നമസ്കാരം. മധ്യപൂർവേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. ആക്രമണം കടുപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ കൂടുതൽ ആക്രമണം നടത്താനാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ആകട്ടെ ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ എന്ന പേരിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. സൗദിയെയാണ് പ്രധാനമായും ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിരവധി ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ സൗദിക്ക് നേരെ നടന്നിട്ടുണ്ട്. നിരവധി ആക്രമണങ്ങളെ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളെയൊക്കെ സൗദി ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഫൈനറിയായ അരാംകോയുടെ ഓയിൽ റിഫൈനറിയിൽ ആക്രമണം നടത്തിയത് വലിയ പ്രകോപനമായിരുന്നു ഇറാൻ ഈ ആക്രമണത്തിലൂടെ നടത്തിയത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന് സൗദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിൽ മാത്രമല്ല, ദുബായിലെ അമേരിക്കൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ, അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. മാത്രമല്ല, കുവൈറ്റിലും ആക്രമണം നടന്നു. കുവൈറ്റിൽ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ച ഒരു 11കാരി മരണമടഞ്ഞു, കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം കടുപ്പിക്കുന്നു. കാരണം ഇറാന് വളരെ രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള ആയുധ ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കണമെന്ന തീരുമാനം അവർ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇറാൻ ആകട്ടെ ഗൾഫ് മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മിസൈൽ ആക്രമണങ്ങളെ ഗൾഫ് മേഖലയിൽ വലിയ രീതിയിൽ ഈ രാഷ്ട്രങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ വീണുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഒക്കെ പതിവായിരിക്കുകയാണ്. ഓയിൽ റിഫൈനറിയെ ആക്രമിച്ചതിലൂടെ വലിയ പ്രകോപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അതായത്, ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ മറ്റൊരു പ്രതിരോധം തീർക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ്. ലോകത്തിലെമ്പാടുമുള്ള ചരക്ക് നീക്കത്തിൻ്റെ വലിയൊരു ശതമാനം ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് 50% ഈ കടലിടുക്കിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇത് പിടിച്ചെടുത്ത് ഇവിടെ തടസ്സം സൃഷ്ടിച്ചാൽ അത് വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങൾക്ക് അത് സമ്മർദ്ദത്തിലാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിനോടകം തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന വിവരം പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ആ ഒരു ഇടപെടൽ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതായത്, ഇറാനെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് തുരത്തുക എന്ന ഒരു ആദ്യ ലക്ഷ്യം ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനുവേണ്ടി നാവികസേനയെ ഹോർമൂസ് കടലിടുക്കിൽ വിന്യസിക്കുമെന്നും അതിലൂടെ വരുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്നും അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അടച്ചു വെച്ചുകൊണ്ട് അവിടെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ അത് അവസാനിപ്പിക്കണമെന്ന് ചൈനയും ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത്, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം അത് തുടരണം, അത് തടസ്സപ്പെടുത്തരുത് എന്ന് ഇറാനോട് ചൈന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത്, ഇറാനെ വളരെ മികച്ച രീതിയിൽ പിന്തുണച്ചിരുന്ന രാജ്യമാണ് ചൈന. അതായത്, ഈ പറയുന്ന രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇറാനെതിരായിട്ട് അല്ലെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കാൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ ചൈന പരസ്യമായി തന്നെ ഇറാന് പിന്തുണ നൽകുന്നുണ്ട്, ഇറാന് പണം നൽകുന്നുണ്ട്, മാത്രമല്ല ഇറാന് ആയുധങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചൈന തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് തടയരുത്, അവിടെ തടസ്സം സൃഷ്ടിക്കരുത് എന്ന് ഇറാനോട് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ സമ്മർദ്ദമാണ്. ചൈന അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാരണം ഇറാനിൽ നിന്നുള്ള എണ്ണ നീക്കം അത് ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ നിന്നും ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടാൽ ചൈനയുടെ സപ്ലൈ ചെയിനിലാണ് പ്രശ്നമുണ്ടാകുന്നത്. അത് ചൈനയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ചൈന ഇറാനെ ഈ കടലിടുക്ക് തടസ്സപ്പെടുത്തരുത് എന്ന സമ്മർദ്ദം ഉയർത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്നത്, ഇപ്പോൾ ഖമൈനി വധിക്കപ്പെട്ടിരിക്കുന്നു. ഖമൈനിക്ക് പകരം ഖമൈനിയുടെ മകൻ തന്നെ വരണം എന്ന് ഇപ്പോൾ ഇറാൻ്റെ വിപ്ലവ സേന നിർബന്ധം പിടിക്കുകയാണ്. അവർ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ്. ഖമൈനിക്ക് പകരം മറ്റൊരു പിൻഗാമിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പിൻഗാമി അമേരിക്കയ്ക്ക് വിധേയനാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇറാൻ്റെ വിപ്ലവ സേന കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പിൻഗാമിയെ വാഴിച്ച് ഒരുപക്ഷെ അമേരിക്ക ഇറാനിൽ തുടർന്നും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ വിശ്വസിക്കുന്നില്ല ഇറാൻ്റെ സൈന്യമായ ഇറാൻ വിപ്ലവ സേന. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ സമ്മർദ്ദം ഈ ഖമൈനിയുടെ മകൻ അടുത്ത അനന്തരാവകാശിയായി വരണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ഇതുവരെ ഈ മകനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സമ്മതം മൂളിയിട്ടില്ല എന്നാണ്. കാരണം വളരെ
കൃത്യമായ ആക്രമണമാണ് ഖമേനിക്ക് നേരെ നടത്തിയിട്ടുള്ളത്. ഖമേനി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കാൻ ഖമേനിയുടെ മകൻ എത്രമാത്രം പര്യാപ്തനാണ് എന്നും സംശയമുണ്ട്. പക്ഷേ എന്തായാലും ഇറാൻ വിപ്ലവ സേന ഇത് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ മകൻ ഇനി ഒരു പക്ഷേ ഖമേനിയുടെ ഒരു പിൻഗാമിയായി വരാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖമേനിയുടെ മകനെയും വധിക്കാനായിരിക്കും ഇപ്പോൾ അമേരിക്ക പദ്ധതിയിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ആയുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ മറ്റു ചില രാജ്യങ്ങളും ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഇറാൻ ഇങ്ങനെ നാലുപാടും ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഇറാന് പിന്തുണ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇതാ ഫ്രാൻസ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപ്പട അതിനെ മെഡിറ്ററേനിയൻ കടലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഘർഷത്തിന് അയവില്ല. 5-ാം ദിവസവും സംഘർഷം തുടരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.